കൊടുംവേലിൽ ചുട്ടുപൊള്ളുകയാണ് വയനാടും. നമ്മൾ വയനാട് സാധാരണ തണുപ്പ് എന്നൊക്കെ പറയുന്നതാണ്. വയനാടും ഇടുക്കിയും മാത്രമാണ് ഈ ഒരു മുന്നറിയിപ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ സ്ഥിതി അങ്ങനെയൊന്നുമല്ല. മുള്ളംകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ വലിയ കുടിവെള്ളക്ഷാമം പോലും വരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. കബനി നദിയിലൊക്കെ ജലനിരപ്പ് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. കൃഷിയിടങ്ങൾ വിണ്ട് കീറി തുടങ്ങിയ അവസ്ഥയിലാണ്. കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. വയനാടിൻ്റെ വടക്ക് കിഴക്കൻ അതിർത്തി ഗ്രാമമായ കൊളവള്ളിയിൽ നിന്നുള്ള കാഴ്ചയാണ്. കേരളത്തെയും കർണാടകത്തെയും വേർതിരിക്കുന്ന കബനി നദി വറ്റി വരണ്ടിരിക്കുന്നു. പലയിടത്തും അടിത്തട്ടിലെ പാറക്കല്ലുകൾ ഉയർന്നു കാണാം. ഇപ്പോൾ പുഴയിലൂടെ നടന്ന് മറുവശത്തുള്ള കർണാടക ഗ്രാമത്തിലേക്ക് നടന്നു പോകാവുന്ന അവസ്ഥയാണുള്ളത്. വയനാട്ടിലെ മിക്കവാറും എല്ലാ പുഴയിൽ നിന്നും തോട്ടിൽ നിന്നും ഒക്കെയുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ കബനി നദിയിലേക്കാണ്. അപ്പോൾ കബനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എത്രത്തോളം വെള്ളം കുറവാണ് വയനാട്ടിലെ നദികളിൽ മറ്റ് നദികളിലും പുഴകളിലും എന്ന് നമുക്ക് വ്യക്തമാവും. മാത്രമല്ല, ഈ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഗ്രാമങ്ങളൊക്കെ ഈ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നുള്ള ചുടുകാറ്റ് നേരിട്ടടിക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ വേനൽ കത്തിജ്വലിക്കുകയാണ്. വളർത്തുമൃഗങ്ങൾക്കും വെള്ളം കൊടുക്കാനും ഒക്കെ കർഷകരടക്കം ബുദ്ധിമുട്ടുകയാണ്. പലയിടത്തും നെൽപ്പാടങ്ങളൊക്കെ വിണ്ട് കീറിയിട്ടുണ്ട്. ജലസേചന സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൃഷിയും കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയുണ്ട്. പലയിടത്തും തരിശായി കിടക്കുകയാണ്. ഭൂമി വിണ്ടുകീറി കിടക്കുകയാണ്. ഈ കർണാടകത്തിൻ്റെ കാലാവസ്ഥയാണ് ഈ തീരദേശവും. മഴ പെയ്തിരുന്നു, നല്ല കഠിനമായ ചൂടാണ്. അതുകൊണ്ട് കൃഷികളൊക്കെ നശിച്ചു. കൃഷിയൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ മഴ പെയ്തില്ലെങ്കിൽ എല്ലാം ഉണങ്ങിപ്പോവും. വെള്ളം പുഴ പറ്റിപ്പോയി, വെള്ളം ഒട്ടുമില്ല. കൃഷിക്കാർ വേണം. കാപ്പിയെല്ലാം ഉണങ്ങി കവുങ്ങാണെങ്കിൽ ഇതിട്ടിട്ട് പിന്നെ അതിൻ്റെ പട്ടയെല്ലാം ഉണങ്ങി താഴോട്ട് വീണുകൊണ്ടിരിക്കുക. അപ്പോൾ കാപ്പി ഈ പ്രാവശ്യം കൃഷിയെല്ലാം മൊത്തം ഇതുണ്ടല്ലോ, വാഴയുടെ പേരിൽ ഇതുണ്ടല്ലോ, പാടം കിടക്കുന്നുണ്ടല്ലേ. കബനി നദിയിലെ പമ്പ് ഹൗസ് ഉണ്ട് ഈ കൊളവള്ളിയിൽ. അവിടെ ഇപ്പോൾ വെള്ളം അടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ സ്ഥിതി രൂക്ഷമായാൽ ഒരുപക്ഷെ പമ്പിംഗ് അടക്കം മുടങ്ങുന്ന സാഹചര്യമാണുള്ളത്. കബനിയിൽ ഇവിടെ നിന്ന് കബനി ഒഴുകിയെത്തുന്നത് കർണാടകയിലെ കബനി അണക്കെട്ടിലേക്കാണ്. ഇവിടെ പ്രാദേശികമായി ബീച്ചനഹള്ളി അണക്കെട്ടെന്നറിയപ്പെടുന്ന കബനി ഡാമിലേക്കാണ് പുഴ ഒഴുകിയെത്തുന്നത്. അവിടെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു കിടക്കുകയാണ്. കർണാടക അധികൃതർ ആ ഷട്ടറുകൾ കുറച്ച് അടയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ജലനിരപ്പ് ഉയർന്ന് കുടിവെള്ള പദ്ധതിക്ക് പമ്പ് ചെയ്യാനൊക്കെ വെള്ളമുണ്ടാകും. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഷട്ടറുകൾ തുറന്നു കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അതിർത്തി ഗ്രാമങ്ങളൊക്കെ അത്യുഷ്ണത്തിൻ്റെയും വരൾച്ചയുടെയും പിടിയിലാണ്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.